ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറി തയ്യാറാക്കാം. അതിനുവേണ്ടി പാൻ അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും എരിവിനാവശ്യമായ പച്ചമുളകും ചേർത്ത് വഴറ്റിയതിന് ശേഷം 2 സവാള കനം കുറച്ചരിഞ്ഞത് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആയതിനു ശേഷം നമ്മൾ ഇതിലേക്ക് ഫ്രഷായ കുറച്ച് കറിവേപ്പിലയും ചെറിയൊരു തക്കാളിക്ക കനം കുറച്ചരിഞ്ഞതും ചേർത്ത് വീണ്ടും വഴറ്റിയെടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മസാലപ്പൊടികളാണ്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തിളച്ച വെള്ളമാണ്. ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും ചേർത്ത് ഒരു 10 മിനിറ്റ് ഇതൊന്ന് ചെറിയ തീയിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് നമ്മൾ പുഴുങ്ങി വച്ചിരിക്കുന്ന മുട്ടയും ഇതിലേക്ക് ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്കാക്കി എടുക്കുക. ഈ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം കറി തിളയ്ക്കാൻ പാടില്ല. ഒന്ന് നന്നായിട്ടൊന്ന് ആവി വന്നാൽ മാത്രം മതി. അടിപൊളി മുട്ടക്കറിയാണ്. നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടത്തിൽ ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. എങ്കിലേ പുതിയ വീഡിയോസ് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണും വരെയും ബൈ ബൈ.